കേസിൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് മണ്ഡലത്തിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് പി കരുണാകരൻ എം പി. 15 വർഷക്കാലത്തെ ഈ വികസന നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമാകുമെന്നും പി കരുണാകരൻ എം പി. ഗുഡ് മോർണിംഗ് കാസർഗോഡ് 4ാമത് കാസർഗോഡ് മാരത്തൺ സംഘടിപ്പിച്ചു. ആധിപത്യം പുലർത്തി കോട്ടയത്തു നിന്നുള്ള കായിക താരങ്ങൾ. ഐല മൈതാനത്തെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെയും നേതാക്കളെയും ജനമധ്യത്തിൽ താറടിക്കാൻ ചില രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് നേതാക്കൾ. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ. ഏരിയാൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ 71ാം സ്ഥാപക ദിനം ആചരിച്ചു. ഏരിയാൽ മേഖല ലീഗ് ഹൌസ് പരിസരത്തായിരുന്നു പരിപാടി. കൗൺസിൽ യോഗത്തിനിടെ മർദ്ദനമേറ്റ വി രമേശിനെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് വി രമേശൻ ചികിത്സയിൽ കഴിയുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് കെയർ രോഗികളുടെ സ്നേഹസ്പർശം കൂട്ടായ്മ ശ്രദ്ധേയമായി. കർണാടക സ്റ്റേറ്റ് റിവർ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ചെയർമാൻ KL മഞ്ജുനാഥ ഉദ്ഘാടനം ചെയ്തു. പൈവളികെ പഞ്ചായത്തിൽ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കെതിരെ UDF സ്വതന്ത്രൻ MK അമീർ. BJPക്കെതിരെ നിലപാടെടുക്കുന്ന ആളാണ് താനെന്നും ഇപ്പോൾ നടക്കുന്നത് കുപ്രചാരണമാണെന്നും MK അമീർ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് മണ്ഡലത്തിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതായി പി കരുണാകരൻ. കഴിഞ്ഞ 15 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമാകുമെന്നും പി കരുണാകരൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 15 വർഷക്കാലം കാസർഗോഡ് മണ്ഡലത്തിൽ വികസന മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിച്ചു. ആരോഗ്യ മേഖലയിലടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. റെയിൽ, റോഡ് ഗതാഗതമടക്കമുള്ള അടിസ്ഥാന വിഷയങ്ങളിൽ സജീവമായി ഇടപെടുവാൻ സാധിച്ചു. എൻഡോസൾഫാൻ മേഖലയിലും മികച്ച ഇടപെടൽ നടത്തി. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഈ പ്രവർത്തനങ്ങളെല്ലാം തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല ഘടകങ്ങളാകുമെന്നും പി കരുണാകരൻ MP പറഞ്ഞു. അത് വെച്ചിട്ട് മണ്ഡലത്തിലെ പ്രവർത്തനമായാലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രവർത്തനമായാലും ദേശീയ തലത്തിൽ ഞങ്ങളെടുക്കുന്ന പ്രധാനപ്പെട്ട നയപരമായിട്ടുള്ള പ്രശ്നങ്ങളായാലും അത് വെച്ചുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കേരളത്തിൽ ചിലപ്പോൾ 2004 ഒരു സ്ഥിതി വന്നു. പെരിയയിലെ ഇരട്ടക്കൊലപാതകം തിരഞ്ഞെടുപ്പ് വിഷയമാകില്ല. തിരഞ്ഞെടുപ്പിൽ വികസനമാണ് ചർച്ച ചെയ്യപ്പെടാറുള്ളതെന്നും പി കരുണാകരൻ MP കൂട്ടിച്ചേർത്തു. പി കരുണാകരൻ MP ആയിരുന്ന കഴിഞ്ഞ 15 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളും പാർലമെന്റിൽ നടത്തിയ ഇടപെടലുകളും വിശദീകരിക്കുന്ന പുസ്തകവും പുറത്തിറക്കിയിട്ടുണ്ട്. ഇടതുമുന്നണി നടത്തുന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടുതൽ ശക്തി പകരുവാനാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പി കരുണാകരൻ രംഗത്തെത്തിയത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. ഇത് തിരഞ്ഞെടുപ്പിൽ മുൻതൂക്കം നൽകുമെന്നാണ് ഇടത് കേന്ദ്രങ്ങളുടെ വിശ്വാസം. ന്യൂസ് ഡെസ്ക് KCN. ഗുഡ് മോർണിംഗ് കാസർഗോഡിന്റെ നേതൃത്വത്തിൽ 4ാമത് കാസർഗോഡ് മാരത്തൺ സംഘടിപ്പിച്ചു. മൊഗ്രാൽ പുത്തൂർ കടവത്ത് നിന്ന് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കായിരുന്നു 10.5 കിലോമീറ്റർ ദൂരമുള്ള മാരത്തൺ. മാരത്തണിൽ കോട്ടയത്ത് നിന്നുള്ള കായിക താരങ്ങൾ ആധിപത്യം പുലർത്തി. പുരുഷ വിഭാഗത്തിൽ എറണാകുളത്തെ ബിനു പീറ്റർ, കോട്ടയംകാരായ S ആകാശ്, KR സുജിത്ത് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനം നേടി. വനിതകളിൽ കോട്ടയത്ത് നിന്നുള്ള MS ശ്രുതി, റിസാന, ആതിര എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വിജയികൾക്ക് യഥാക്രമം 15,000, 10,000, 5,000 രൂപയും ട്രോഫിയും സമ്മാനിച്ചു. 50 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ വയനാട്ടിലെ PC തോമസ്, ജിമ്മു ജോൺ എന്നിവർ യഥാക്രമം 1, 2 സ്ഥാനം നേടി. കാസർഗോഡ് ജില്ലാക്കാരുടെ വിഭാഗത്തിൽ നിതിൻ നായിക്, AS രാകേഷ്, അഭിജിത്ത് എന്നിവർ 1, 2, 3 സ്ഥാനം നേടി. മന്ത്രി ഇ ചന്ദ്രശേഖരൻ സമ്മാനദാനം നിർവഹിച്ചു. മതേതരത്വത്തിന്റെയും ഐക്യത്തിന്റെയും കാഹളമുയർത്താൻ കഴിയുന്ന, മറ്റെല്ലാം മറന്ന് ഒന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഇത്തരമൊരു സംരംഭം അത് തീർച്ചയായും അഭിനന്ദനാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ആസ്ഥാന നഗരത്തിൽ, കാസർഗോഡ് ജില്ലയുടെ ആസ്ഥാന നഗരത്തിൽ അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള താല്പര്യം അതൊന്ന് വേറെ തന്നെയാണ്. ഈ പരിപാടി എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിനൊരു പുതിയ സന്ദേശമാണ് നൽകുന്നത്. ആ സന്ദേശം ഐക്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഏറ്റവും ശക്തമായ സന്ദേശമാണ് എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് AA ജലീൽ ഫ്ളാഗ് ഓഫ് ചെയ്തു.
താളിപ്പടുപ്പ് മൈതാനിയിൽ നിന്ന് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കുള്ള മിനി മാരത്തണിൽ പുരുഷന്മാരിൽ രാകേഷ് പെരുമ്പള, ബേഡടുക്കയിലെ അജിത്, ചീമേനിയിലെ ശംഭുനാഥ് എന്നിവർ 1, 2, 3 സ്ഥാനം നേടി. മിനി മാരത്തണിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ കളക്ടർ ഡോക്ടർ ടി സജിത് ബാബു, ജില്ലാ പോലീസ് മേധാവി ജെയിംസ് ജോസഫ് എന്നിവർ ചേർന്നായിരുന്നു നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക് KCN. ഐല മൈതാനത്തെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെയും നേതാക്കളെയും ജനമധ്യത്തിൽ താറടിക്കാൻ ചില രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് നേതാക്കൾ. ഇത് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വന്ന വാർത്തകളെപ്പറ്റി പാർട്ടിയുമായി കൂടിയാലോചിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ കുമ്പള പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 18 ഏക്കർ സ്ഥലം ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇന്നത്തെ ഐലമൈതാനം. ഇതിൽ നിന്നും 11 ഏക്കറോളം സ്ഥലം വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. പിന്നീട് 7 ഏക്കറോളം വരുന്ന സ്ഥലത്തിനെ പഞ്ചായത്തിൻ്റെ ആവശ്യത്തിനായി ഉപയോഗിക്കാനും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഗവൺമെൻറ്റിനെ അറിയിച്ചു. AJI സംഘവും അമ്പല കമ്മിറ്റിയും പല പ്രാവശ്യം ആവശ്യപ്പെട്ടതനുസരിച്ച് 1992 അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി 1 ഏക്കർ സ്ഥലം AJI സംഘത്തിനും 1 ഏക്കർ അമ്പല കമ്മിറ്റിക്കും നൽകാൻ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിരുന്നു. ഇന്ന് പ്രധാനമായും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPMന്റെ അന്നത്തെ MLA 2007 CH കുഞ്ഞമ്പു അദ്ദേഹത്തിന്റെ സ്വന്തം ലെറ്ററിൽ എഴുതിയ കത്തിൽ ഐല മൈതാനം ക്ഷേത്ര കമ്മിറ്റി നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരികയാണെന്നും ഈ സ്ഥലം പൂർണ്ണമായും അമ്പല കമ്മിറ്റിക്ക് നൽകണമെന്നും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് CPM എന്ന പാർട്ടിയുടെ ഇരട്ടമുഖമാണ് ജനങ്ങൾ തിരിച്ചറിയേണ്ടത്. മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് TA മൂസ, വൈസ് പ്രസിഡന്റ് അബ്ബാസ് ഓണന്ത, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് MB യൂസുഫ് ഹാജി, സെക്രട്ടറി ഉമ്മർ അപ്പോളോ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ, മുസ്ലിം ലീഗ് ഉപ്പള ടൗൺ കമ്മിറ്റി ജനറൽ സെക്രട്ടറി BM മുസ്തഫ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആവേശ കാഴ്ചകളുടെ വിരുന്നൊരുക്കി മലബാർ ഗോൾഡ് നോർത്ത് സോൺ ഫുട്ബോൾ മത്സരം നടന്നു. പാലക്കുന്നിലെ കിക്ക് ഓഫ് ഗ്രൗണ്ടിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. MFC അക്കാദമി ചെയർമാൻ റാഷി കല്ലട്ര മുഖ്യാതിഥിയായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ഷോറൂം ഡയറക്ടർ അൻവർ കളനാട് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. മലബാർ ഗോൾഡിന്റെ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, വടകര, കണ്ണൂർ, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, തലശ്ശേരി ഷോറൂമുകളുടെ ടീമുകൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിൽ കണ്ണൂർ ചാമ്പ്യന്മാരായി. കാഞ്ഞങ്ങാടാണ് റണ്ണറപ്പ്. അത്യന്തം വാശിയേറിയതായിരുന്നു ഓരോ മത്സരവും. മത്സരം വീക്ഷിക്കുന്നതിനായി നിരവധി കായിക പ്രേമികളാണ് പാലക്കുന്നിലെ കിക്ക് ഓഫ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. ഏരിയാൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ 71ാം സ്ഥാപക ദിനം ആചരിച്ചു. ഏരിയാൽ മേഖല ലീഗ് ഹൌസ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KB കുഞ്ഞാമു ഹാജി പതാക ഉയർത്തി. KB അബൂബക്കർ സ്ഥാപക ദിന സന്ദേശം കൈമാറി. ചടങ്ങിൽ ജിദ്ദ KMCC ജില്ലാ വൈസ് പ്രസിഡന്റ് ജാഫർ അക്കര, കർഷക ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ അക്കര, ഏരിയാൽ മേഖല GCC KMCC വൈസ് പ്രസിഡന്റ് അസൈനാർ കുളങ്കര, KB മുനീർ, അഷ്റഫ് ഏരിയാൽ, BM കുഞ്ഞാലി, ഷംസു മോസ്കോ, ഹംറാസ് ഏരിയാൽ, YM റഷീദ്, BA അബൂബക്കർ, മുസ്തഫ മോഡേൺ, ഹാരിസ് ഏരിയാൽ, ഹനീഫ ചേരങ്കൈ, നാസിർ, റിയാസ് ചേരങ്കൈ, അബു നവാസ്, മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. കൗൺസിൽ യോഗത്തിനിടെ മർദ്ദനമേറ്റ VV രമേശിനെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് VV രമേശൻ ചികിത്സയിൽ കഴിയുന്നത്. UDF കൗൺസിലർമാരുടെ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന നഗരസഭാ ചെയർമാൻ VV രമേശനെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. ജില്ലാ ആശുപത്രിയിലെത്തിയ മന്ത്രി രമേശന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ചു. ശനിയാഴ്ച വൈകിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ അടിയന്തര കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളിയുണ്ടായത്. UDF LDF കൗൺസിലർമാർ തമ്മിൽ നടന്ന കയ്യാങ്കളിയിൽ നഗരസഭാ ചെയർമാൻ VV രമേശന് പരിക്കേറ്റിരുന്നു. LDF കൗൺസിലർ ഭാഗീരഥി
UDF കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി, ഖദീജ, വേലായുധൻ എന്നിവർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റിരുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് വിദഗ്ധ പരിചരണ വിഭാഗത്തിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ രോഗികളുടെ സ്നേഹസ്പർശം കൂട്ടായ്മ ശ്രദ്ധേയമായി. ഒലയം DM കബാന റിസോർട്ടിൽ നടന്ന കൂട്ടായ്മ കർണാടക സ്റ്റേറ്റ് റിവർ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ചെയർമാൻ KL ಮಂಜುನಾಥ ಉದ್ಘಾಟನೆ ചെയ്തു. ನಮ್ಮ ಜಾನಪದ ಸಂಪತ್ತು ಇದೆಯಲ್ಲ, ಇದು ಅಪೂರ್ವವಾದ ಸಂಪತ್ತು. ಅದು ಗ್ಲೋಬಲೈಸೇಷನ್ ಆಗಿ ನಾವು ಈ ಅಮೂಲ್ಯವಾದ ರತ್ನಗಳನ್ನು ಏನಿದೆ, ಸಂಪತ್ತು ಏನಿದೆ, ಇದು ವಜ್ರ ವೈಢೂರ್ಯ ಅಂತ ತಪ್ಪಾಗಲಾರ್ದು ಅದು ನಾವು ಕಳ್ಕೊಳ್ತಾ ಇದ್ದೀವಿ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. PT പരമേശ്വര നായിക് മുഖ്യാതിഥിയായിരുന്നു. പ്രദീപ് കുമാർ കൽക്കൂറ, KR ജയാനന്ദ, ജഗന്നാഥ് ഷെട്ടി കുമ്പള, പ്രഭാകര കല്ലൂറായ, ഹരീഷ് നായിക് കാപ്പു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ഡെസ്ക് KCN. പൈവളികെ പഞ്ചായത്തിൽ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കെതിരെ UDF സ്വതന്ത്രൻ MK അമീർ എന്നും BJPക്കെതിരെ നിലപാടെടുക്കുന്ന ആളാണ് താനെന്നും തനിക്കെതിരെ നടക്കുന്നത് കുപ്രചരണമാണെന്നും MK അമീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2015 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 12ാം വാർഡിൽ നിന്നും UDF സ്വതന്ത്രനായി വിജയിച്ചപ്പോൾ തന്നെ BJPയെ ഭരണസമിതിയിൽ നിന്നും അകറ്റി നിർത്തുവാൻ തന്നാൽ കഴിയുന്ന വിധം ശ്രമിച്ചതാണ്. ഇപ്പോഴുള്ള LDF UDF ഭരണസമിതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് വോട്ടും ചെയ്തതുമാണ്. ഇതിനിടെയാണ് BJP ഭരണസമിതി അധികാരത്തിൽ വരുവാൻ താൻ അനുകൂലമായ നിലപാടെടുക്കും എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത്. തന്റെ പേരിൽ നടക്കുന്നത് കുപ്രചരണമാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും MK അമീർ പറഞ്ഞു. പൈവളിക പഞ്ചായത്തിലെ 12ാം വാർഡിൽ നിന്ന് UDF സ്വതന്ത്രനായി മത്സരിച്ച MK അമീർ സാഹിബിനെതിരെ അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തയ്ക്കിടയായി അത്തരത്തിലുള്ള ആ വാർത്തയുമായി മെമ്പർ അമീർ സാഹിബിനോ അതല്ലെങ്കിൽ അദ്ദേഹം വിജ്ഞാപനം ചെയ്യുന്ന പാർട്ടിയുടെയോ ഒരു നിലക്കുള്ള ഒരു പിന്തുണയുമില്ല. അത്തരത്തിലുള്ള പ്രതിനിധങ്ങൾ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അവരുടെ രാഷ്ട്രീയ പത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം ലീഗ് നേതാക്കളായ സെഡ്ഡെ കയ്യാർ, അന്തുഞ്ഞി ഹാജി തിരന്തടുക്ക എന്നിവരും MK അമീറിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രകൃതിയുടെ നവ്യഭാവങ്ങൾ ക്യാൻവാസിൽ വിരിയിച്ച് കുരുന്നു കലാകാരന്മാർ. കാർത്തിക സ്കൂൾ ഓഫ് ആർട്സ് പ്രകൃതി 2019 സംഘടിപ്പിച്ചു. കാർത്തിക സ്കൂൾ ഓഫ് ആർട്ടിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. പ്രകൃതി 2019 നിരവധി കുരുന്നു കലാകാരന്മാർ ക്യാൻവാസിൽ തീർത്ത വർണ്ണവിസ്മയങ്ങളാൽ ശ്രദ്ധേയമായി. പരിപാടി റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിനെ വലിയ തോതിൽ ഒരു ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കത്തക്ക വിധത്തിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്യാൻ കഴിയുന്ന ചെറിയ കുരുന്നുകൾ അല്ലെങ്കിൽ അതിനെ ഉള്ള എന്താ പറയുക വലിയ ഹൃദയവിശാലത ഉണ്ടായാൽ മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അത് ചെയ്യുമ്പോൾ അതിന് വലിയ തോതിലുള്ള പ്രോത്സാഹനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ ചിത്രവര എന്ന് പറഞ്ഞാലും കവിത എഴുതുക എന്ന് പറഞ്ഞാലും സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും ഇതെല്ലാം മനുഷ്യ മനസ്സിൽ നിന്ന്. കേരള ലളിതകലാ അക്കാദമി അംഗം ആർട്ടിസ്റ്റ് രവീന്ദ്രൻ തൃക്കരിപ്പൂർ മുഖ്യ അതിഥിയായി. EV ജയകൃഷ്ണൻ, ആർട്ടിസ്റ്റ് രവി പിലിക്കോട് എന്നിവർ ചിത്രപ്രഭാഷണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ ആർട്ടിസ്റ്റ് പ്രഭൻ നിലേശ്വരം, ആർട്ടിസ്റ്റ് EV അശോകൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പ്രദർശിപ്പിച്ച വർണ്ണവിസ്മയങ്ങളുടെ കാഴ്ചക്കാരാകാൻ നിരവധി പേർ എത്തി. പാചക തൊഴിലാളികൾക്ക് വിഷം തീണ്ടാത്ത ഉച്ചയൂണൊരുക്കാൻ പരിശീലനം. ഹോസ്ദുർഗ് ഉപജില്ലയിലെ 84 വിദ്യാലയങ്ങളിലും മെച്ചപ്പെട്ട ഭക്ഷണം നൽകാൻ പദ്ധതിയായി. ഹോസ്ദുർഗ് ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്ക് വിഷം തീണ്ടാത്ത ഉച്ചയൂണ് തയ്യാറാക്കാൻ വിദഗ്ധ പരിശീലനം നൽകി. പ്രീ പ്രൈമറി തൊട്ട് 8ാം തരം വരെയുള്ള 84 വിദ്യാലയങ്ങളിലെ 26,000 കുട്ടികൾക്കാണ് സൗജന്യമായി 3 കറികളോടുകൂടിയ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ പരിശീലനം നൽകിയത്. ഹോസ്ദുർഗ് ഉപജില്ലയിലെ സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ മേലാങ്കോട്ട് AC കണ്ണനാർ ഗവൺമെന്റ് UP സ്കൂളിലാണ് മായമില്ലാത്ത ഉച്ചയൂണുണ്ടാക്കാൻ തത്സമയ പരിശീലനം നൽകിയത്. കഴിക്കുന്ന ഭക്ഷണം ശുദ്ധിയുള്ളതാകണം, വൃത്തിയുള്ളതാകണം.
അതിലൂടെ നമുക്ക് രോഗം വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കണം. അതിനുപകരിക്കുന്ന വിധത്തിൽ ഭക്ഷണത്തിൽ അമിതമായി കലർത്തുന്ന ഉപ്പ്, എരിവ്, അതുപോലെ പുളി ഇത് മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥത്തിൽ നമ്മൾ ചേർക്കുന്നതിൻ്റെ തോത് കുറച്ചുകൊണ്ട് എങ്ങനെ പോഷകസമൃദ്ധമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാമെന്നുള്ളതിൻ്റെ ഒരു പരിശീലന പരിപാടി ഈ രംഗത്ത് പ്രകൃതി ചികിത്സാ രംഗത്തും ആരോഗ്യ മേഖലയിലും പ്രവർത്തിക്കുന്ന KBR കണ്ണാട്ടൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആണ് ഓസ്തൂർ ഉപജില്ലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രകൃതി ജീവനത്തിലൂടെ പ്രസിദ്ധനായ ജൈവകർഷകൻ പയ്യന്നൂർ കണ്ടോത്തെ KBR കണ്ണനാണ് പരിശീലനത്തിന് നേതൃത്വമേകിയത്. ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമായ മസാലകളും മറ്റു ചേരുവകളും പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള 15ഓളം കറികളുണ്ടാക്കാനുള്ള പരിശീലനം നേടിയ ശേഷമാണ് തൊഴിലാളികൾ പിരിഞ്ഞത്. തിങ്കൾ തൊട്ട് വെള്ളി വരെ തയ്യാറാക്കേണ്ട കറികളുടെ പട്ടികയ്ക്കും ചടങ്ങിൽ അംഗീകാരം നൽകി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV ജയരാജൻ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ ഡോക്ടർ കൊടക്കാട് നാരായണൻ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് KV സുഗതൻ, G ജയൻ, V ശ്രീജിത്ത്, HM ഫോറം സെക്രട്ടറി P രാജീവൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി രതീഷ് കാലിക്കടവ്, RP മാരായ M ബിന്ദു, A നിഷ, C സീമ, KV നിഷ, J സുധാകുമാരി, PG സുരേഷ് തുടങ്ങിയവർ നേതൃത്വമേകി. സ്നേഹഹസ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് BS ഏത്തടുക്ക രചിച്ച തിരിവ് എന്ന കൃതിയുടെ പ്രകാശനം നടന്നു. ബദിയടുക്ക ശ്രീരാംലീല യോഗ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കാനത്തൂർ നാൽവർ ക്ഷേത്രം പ്രസിഡന്റ് KP മാലിങ്കു നായർ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണ വോർക്കുഡ്ലു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ HN ಚಂದ್ರಶೇಖರ್ ಬೆಂಗಳೂರು ಪುಸ್ತಕ ಪ್ರಕಾಶನ ನಿರ್ವಹಿಸು. ಹಲವಾರು ವ್ಯಕ್ತಿಗಳ ಜೀವನವೇ ಒಂದು ವಿಶೇಷವಾದ ಒಂದು ಕೃತಿಯಾಗುವಂಥ ಒಂದು ನಿದರ್ಶನ ಇರುತ್ತೆ. ಆ ಕೃತಿಗಳನ್ನು ನಾವು ಜಗತ್ತಿಗೆ ನಾವು ಕೊಟ್ಟಾಗ ಅದು ನಿರೂಪಣೆ ಆಗ್ತದೆ. ಬರೋ ತಲೆಮಾರು ಅದನ್ನು ಅರಿತು ಬದುಕಲಿಕ್ಕೆ ದಾರಿ ಆಗುತ್ತೆ ಅಂತೇಳಿ ಹೇಳಿದಂಥ ಸಂದರ್ಭದಲ್ಲಿ ಉಲ್ಲೇಖಿಸಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತೇನೆ. ಏಕೆಂದರೆ ಇಲ್ಲಿ ಅತ್ಯಂತ ವಾಸ್ತವವಾಗಿ ಬರೆದಂಥದ್ದು ಇನ್ನೊಂದು ಸಮಾನಾಂತರ ರೇಖೆ, ಒಂದು ದಾಂಪತ್ಯ ಜೀವನದ ಬಗ್ಗೆ ಸಹ ಹೇಳಿದ್ದಾರೆ. ಏಕೆಂದರೆ ಒಂದು ಹೆಣ್ಣು ಹುಟ್ಟೋದಿಲ್ಲೋ ಮತ್ತು ಸೇರೋದು ಯಾವ ಮನೆಯೂ ಗೊತ್ತಿಲ್ಲ, ಆದರೂ ಬದುಕು ಸರಿಯಾಗಿರಬೇಕು ಅಂತೇಳಿದ್ರೆ ಅದನ್ನು ಅನುಭವಿಸ್ತಾ ಹಾಗೆ ಅನುಸರಿಸುತ್ತಾ ಜೀವನ ಮಾಡುತ್ತೆ ಅಂತೇಳಿ ಇದೊಂದು ಕಥೆಯಲ್ಲಿ ಒಂದು ನಿರೂಪಣೆ ಮಾಡಿದೆ ಅಂತ ನಾನು ಭಾವಿಸಿದ್ದೇನೆ. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കാടി, പ്രശസ്ത കലാകാരൻ കാസർഗോഡ് ചിന്ന, HL കൃഷ്ണപ്പ ബംഗളൂർ, ഡോക്ടർ സുന്ദർ കൊനാജെ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പ്രമുഖരായ കബഡി താരങ്ങളെ അണിനിരത്തി തുമ്മിനാട് നവശക്തി ഫ്രണ്ട്സ് സർക്കിൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 65 kg മാറ്റ് കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുതിർന്ന കബഡി താരം രഘു ഷെട്ടി ഉദ്ഘാടനം ചെയ്തു. ടൂർണമെന്റിൽ ഫ്രണ്ട്സ് ദേവിനഗർ തലപ്പാടി ചാമ്പ്യന്മാരായി. ഉദ്ഘാടന ചടങ്ങിൽ കൃഷ്ണ ശിവകൃപ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഹരീഷ് കുമാർ CH, ബാലകൃഷ്ണ, മഞ്ചേശ്വരം SI സോമശേഖർ, ഈശ്വര മാസ്റ്റർ, നാരായണ തുടങ്ങിയവർ സംസാരിച്ചു. 24 ടീമുകൾ പങ്കെടുത്ത കബഡി മത്സരത്തിൽ ഫ്രണ്ട്സ് ദേവിനഗർ തലപ്പാടി ചാമ്പ്യന്മാരായി. ടീമിന് 20,019 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകി. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മഹാലിംഗേശ്വര കുഞ്ചത്തൂരിന് 10,019 രൂപയും ട്രോഫിയും നൽകി. മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സംഘശക്തി മധൂരിനും 4ാം സ്ഥാനം കരസ്ഥമാക്കിയ ശിവശക്തി ക്ലബിനും 5,019 രൂപയും ട്രോഫിയും നൽകി. ബെസ്റ്റ് ക്യാച്ചറായി റോഷൻ, ബെസ്റ്റ് റൈഡറായി രാഗി ദേവിനഗർ, ബെസ്റ്റ് ഓൾറൗണ്ടറായി സോണിത്ത്, ടൂർണമെന്റ് ഹീറോയായി അഞ്ജു എന്നിവരെ തെരഞ്ഞെടുത്തു. ഇവർക്കും സമ്മാനങ്ങൾ നൽകി. കളി കാണുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ഡെസ്ക് KCN. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് മണ്ഡലത്തിൽ ജനോപകാരപ്രദമായ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയതെന്ന് P കരുണാകരൻ MP. 15 വർഷക്കാലത്തെ ഈ വികസന നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അനുകൂല ഘടകമാകുമെന്നും P കരുണാകരൻ MP. ഗുഡ് മോർണിംഗ് കാസർഗോഡ് 4ാമത് കാസർഗോഡ് മാരത്തൺ സംഘടിപ്പിച്ചു. ആധിപത്യം പുലർത്തി കോട്ടയത്തു നിന്നുള്ള കായിക താരങ്ങൾ. ഐല മൈതാനത്തെ ചൊല്ലി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെയും നേതാക്കളെയും ജനമധ്യത്തിൽ താറടിക്കാൻ ചില രാഷ്ട്രീയ സംഘടനകൾ ശ്രമിക്കുന്നതായി മുസ്ലിം ലീഗ് നേതാക്കൾ. സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ. ഏരിയാൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ 71ാം സ്ഥാപക ദിനം ആചരിച്ചു. ഏരിയാൽ മേഖല ലീഗ് ഹൌസ് പരിസരത്തായിരുന്നു പരിപാടി.
കൗൺസിൽ യോഗത്തിനിടെ മർദ്ദനമേറ്റ വി രമേശിനെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് വി രമേശൻ ചികിത്സയിൽ കഴിയുന്നത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പാലിയേറ്റീവ് കെയർ രോഗികളുടെ സ്നേഹസ്പർശം കൂട്ടായ്മ ശ്രദ്ധേയമായി. കർണാടക സ്റ്റേറ്റ് റിവർ ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ കമ്മീഷൻ ചെയർമാൻ KL മഞ്ജുനാഥ ഉദ്ഘാടനം ചെയ്തു. പൈവളികെ പഞ്ചായത്തിൽ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയ്ക്കെതിരെ UDF സ്വതന്ത്രൻ MK അമീർ. BJPക്കെതിരെ നിലപാടെടുക്കുന്ന ആളാണ് താനെന്നും ഇപ്പോൾ നടക്കുന്നത് കുപ്രചാരണമാണെന്നും MK അമീർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.